നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പരസ്യപ്രചാരണവുമായി ഇടത് സർക്കാർ കെ.എസ്.ആർ.ടി.സി ബസ്സുകളിലാണ് മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരസ്യവാചകങ്ങൾ നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള പരസ്യപ്രചാരണത്തിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി എം.എസ്. വീണ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വീണ, ഇവിടെ തെരഞ്ഞെടുപ്പിനുള്ള തീയതിയൊന്നും ആയിട്ടില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി ഭയന്നിട്ടാണോ? ഇപ്പോഴേ ഒന്ന് തുടങ്ങിയേക്കാം, എന്തായാലും വിജയം പിടിച്ചേ മതിയാകൂ എന്നുള്ള പിടിവാശിയിലാണോ പിണറായി സർക്കാർ? ഗുഡ് മോർണിംഗ് രാഖി. തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അത് വലിയ തരത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ അലട്ടുന്ന വിഷയമാണ്. പ്രാദേശിക നേതാക്കളിലടക്കം ഈ സ്വർണ്ണക്കവർച്ച വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളിൽ കടുത്ത അതൃപ്തിയുണ്ട്. അതിനാൽ തന്നെയാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കളം പിടിക്കുക, കുറച്ച് സീറ്റുകളെങ്കിലും നിലനിർത്തുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരമധ്യത്തിൽ ഓടുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സുകളിലാണ് ഇരുവശങ്ങളിലും പുറകു വശത്തുമായിട്ട് ഇത്തരത്തിലുള്ള പരസ്യവാചകങ്ങൾ നൽകിയിരിക്കുന്നത്. അത് വലിയ വലിപ്പത്തോടു കൂടിയാണ് പരസ്യവാചകങ്ങൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. കടലെടുക്കാത്ത 10 വർഷങ്ങൾ എന്നുള്ള തരത്തിലുള്ള ജനങ്ങളുടെ ഹൃദയത്തിലേക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റ വായനയിൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വാചകങ്ങൾ, കസർത്തുകൾ, ആ വാചകങ്ങളാണ് ഈ പരസ്യ പ്രചാരണത്തിൽ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യങ്ങൾ നൽകിയിരിക്കുന്നത്. ഇപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സംസ്ഥാനത്ത്. ഔദ്യോഗികമായിട്ടൊരു തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും സർക്കാർ മൂന്നാമതും തുടർഭരണം ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പൊതുവെ അതായത് സർക്കാർ വിരുദ്ധ വികാരമാണ് പൊതുവിൽ നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഈ ആരോഗ്യ വകുപ്പിന്റെയൊക്കെ വീഴ്ച അത് വലിയ തോതിൽ ചർച്ചയാക്കുന്ന ഒരു സാഹചര്യമുണ്ട് സംസ്ഥാനത്ത്. മാത്രമല്ല, ഈ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് ഇല്ല എന്ന് ഒരു വശത്ത് ധനമന്ത്രി അടക്കം ബഡ്ജറ്റിലടക്കം പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. പിന്നെ പല പദ്ധതികൾ, അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പല പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തുന്നതുമുണ്ട്. അതായത് ഈ സർക്കാർ മന്ത്രിസഭാ യോഗങ്ങളിലടക്കം സംസ്ഥാനത്ത് പുതിയ റെയിൽ പദ്ധതികൾ അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് പറയുമ്പോൾ പോലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നൊരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സാധ്യമാകും? ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവൊക്കെ ഇറക്കുന്നു. കേന്ദ്ര സർക്കാരിനെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പോ അല്ലെങ്കിൽ ഒരു കത്തോ ഒന്നും തന്നെ അയച്ചിട്ടില്ല. ഇത് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളൊരു ഉത്തരവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണവും ഒക്കെ ഒരു ഭാഗത്ത് നടത്തുമ്പോഴാണ് എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യവുമായി ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നത്. ഇതിനെതിരെ വിമർശനവും ശക്തമുണ്ട്. കാരണം 100 ദിവസം പോലും ഇല്ല ഇനി തിരഞ്ഞെടുപ്പിന്. അതിന് മുന്നോടിയെ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആരോഗ്യ വകുപ്പിലെ വിഷയങ്ങളടക്കം പരിഹരിക്കാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ഭാഗത്ത് മേഖലാ ജാഥകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പുമായി ലക്ഷ്യം വിട്ട്. ആ തിരഞ്ഞെടുപ്പുമായി ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം മേഖലാ ജാഥകളിലടക്കം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്, ഈ അന്യസംസ്ഥാന അതിഥി തൊഴിലാളികളെയൊക്കെ, അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് വലിയ പിന്തുണയാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് വലിയ തോതിൽ നടത്തുന്നത്. എങ്ങനെയെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങുക, അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നഗരമധ്യത്തിലും ഗ്രാമപ്രദേശങ്ങളിലും ഓടുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങൾ നൽകിയിരിക്കുന്നത്. സാധാരണ കെ.എസ്.ആർ.ടി.സി ബസ്സിന് വരുമാന മാർഗം എന്ന് പറയുന്നത് ഒന്ന് ഈ ട്രിപ്പുകളിലൂടെ ലഭിക്കുന്ന, സർവീസുകളിലൂടെ ലഭിക്കുന്ന പണവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ കമ്പനികളിൽ നിന്ന് പരസ്യം നൽകുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക വരുമാനമൊക്കെയാണ് അവരെ സാമ്പത്തികമായി പിടിച്ചു നിർത്തുന്നത്. ഇപ്പോൾ കെ.എസ്.ആർ.ടി.സി ലാഭത്തിലൊക്കെ പോകുന്നു എന്നാണ് ഗതാഗത വകുപ്പൊക്കെ അറിയിക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ PR-ൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടികൾ കൂടി ചിലവാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എത്ര തുക നൽകി എന്നുള്ള വിവരങ്ങൾ അത് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇതിനും കുറച്ച് പൈസകൾ ഇപ്പോൾ സർക്കാർ ഇതിനും വേണ്ടി കോടികൾ പൊടിച്ചു എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും എന്തിനാണ് ഈ ഒരു പരസ്യം എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി അത് ആവർത്തിക്കാതിരിക്കുക, സർക്കാർ വിരുദ്ധ ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള മതിപ്പ് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അതെങ്ങനെയെങ്കിലും വീണ്ടെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഖി.